ഞങ്ങൾ വലിയ മന്ദഭക്തരാണ്. സത്യമെന്നത് ഞങ്ങൾക്ക് ഹറാമാണ്. ഫേക്ക് ന്യൂസുകൾ കണ്ണുമടച്ച് ഗോമൂത്രം കൂട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നവരായ ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം കുളിക്കാൻ ശുദ്ധ ദേശി പശുവിന്റെ ഗോമൂത്രവും, പല്ല് തേക്കാൻ ഗോബർ ടൂത്ത് പേസ്റ്റും, ഷേവ് ചെയ്യാൻ ഗോബർ ഷേവിംഗ് ക്രീമും റെഡിയാക്കി വെച്ചപ്പോഴാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അതുകൊണ്ട് കുളിച്ചുമില്ല, പല്ല് തേച്ചുമില്ല, ഷേവ് ചെയ്തു പോലുമില്ല. നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. ഈ എക്സിറ്റ് പോളുകളൊക്കെ ഇങ്ങനെ കാണിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ തകർന്നു പോകും. ഞങ്ങളുടെ ഈ വിഷമം കാണുന്നവരിൽ ഞങ്ങളെപ്പോലെ അല്ലാത്തവർ, അതായത് വിവരവും വിവേകവും സംസ്കാരവും മാന്യതയും ഉള്ളവരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിടന്നിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഞങ്ങളുടെ ഗോദിജി എന്തോരം നുണ പറഞ്ഞതാണ് ഹരിയാനയിൽ. പാകിസ്ഥാൻ കോൺഗ്രസിന്റെ രാജകുമാരൻ, രാജ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടും നിങ്ങൾ ഹരിയാനക്കാർ എന്താണ് ഞങ്ങളുടെ ഗോദിജിയോട് ഇങ്ങനെ ചെയ്തത്? കഴിയുന്ന എല്ലാ നുണകളും പറഞ്ഞതല്ലേ. രാപകലില്ലാതെ രാഹുലിന്റെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതല്ലേ. എന്നിട്ടും നിങ്ങൾക്ക് എന്തേ വിശ്വാസമാവാത്തത്? രാഹുൽ ദളിത് വിരോധിയാണെന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞതല്ലേ. റിസർവേഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും വാട്സാപ്പിൽ അയച്ചതല്ലേ. ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ഗോദിജിയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞ് മോദിജി മുതലക്കണ്ണീർ പൊഴിച്ചതല്ലേ. കഴിഞ്ഞ 10 വർഷവും ഭരിച്ച് ഹരിയാനയെ ആന കയറിയ കരിമ്പിൻകാട് പോലെ ആക്കിയതല്ലേ. അതൊന്നും നിങ്ങൾക്ക് പോരെ? അതുപോരെങ്കിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുള്ള സംസ്ഥാനമാക്കി ഹരിയാനയെ വളർത്തിയതല്ലേ. കഴിഞ്ഞ 10 വർഷത്തെ നിതാന്ത പരിശ്രമം കൊണ്ട് വിദ്യാഭ്യാസത്തിൽ മുൻനിരയിൽ നിന്നിരുന്ന ഹരിയാനയിലെ യുവജനതയെ തൊഴിലില്ലായ്മയും നിരാശയും കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തിയതല്ലേ. കർഷകരെ ഒരു കരുണയുമില്ലാതെ തല്ലിച്ചതയ്ക്കുകയും ഖാലിസ്ഥാനികളെന്നും പാകിസ്ഥാനികളെന്നും തീവ്രവാദികളെന്നും ബലാത്സംഗികളെന്നും കൊലപാതകികളെന്നും ചൈനയുടെയും അമേരിക്കയുടെയും സോറോസിന്റെയും ഏജന്റുമാർ എന്നും വിളിച്ചിട്ടും എന്തേ നിങ്ങൾ ഞങ്ങളുടെ മോദിജിക്ക് വോട്ട് ചെയ്തില്ല? ഇതിൽ പരം എന്ത് വൃത്തികേടാണ് അവരെക്കുറിച്ച്, ഹരിയാനയിലെ പാവപ്പെട്ട കർഷകരെ കുറിച്ച്, അന്നദാതാക്കളെ കുറിച്ച് മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കെങ്കിലും പറയാനാവുക? ഇനിയിപ്പോൾ ചാനലുകളിലെല്ലാം മോദിജിക്ക് പകരം ഞങ്ങളുടെ ബലിയാടായ നഡ്ഡാജിയുടെ ഫോട്ടോ കാണിക്കേണ്ടി വരുമല്ലോ. രാഹുൽ ഗാന്ധി ഇനി എവിടേക്ക് ഒളിച്ചോടും, പ്രതിപക്ഷം ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഞങ്ങളുടെ ഗോദ് മീഡിയ ചാനലുകളിൽ എങ്ങനെ എഴുതി കാണിക്കും? ഞങ്ങളുടെ ഷഡ് കീറി, മോഡി മാറി, നഡ്ഡ വന്നു, ഗഡ്കരിയുടെ റോഡെല്ലാം ഗട്ടറായി എന്നും പറഞ്ഞ് പ്രതിപക്ഷം ഞങ്ങളെ കളിയാക്കില്ലേ? വിഷമം കൊണ്ട് ഞങ്ങളുടെ ബോധം കെട്ടുപോയാൽ ഗോമൂത്രം തളിച്ച് ബോധം തെളിക്കാൻ മറക്കല്ലേ. അതും കൃത്യം കണ്ണിൽ തന്നെ തെളിക്കണേ. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുമോ എന്ന് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഞങ്ങളുടെ മോദിജി പണ്ട് പറഞ്ഞതുപോലെ വിഴുപ്പ് ഫാണ്ടക്കെട്ടും എടുത്ത് പുറപ്പെട്ടു പോകേണ്ട അവസ്ഥയാണ് എന്ന് ഞങ്ങൾ അതിയായി ഭയപ്പെടുന്നു. കള്ളത്തരവും ഫേക്ക് ന്യൂസുകളും കൊണ്ട് ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ലേ? ഇത് എന്തൊരു നാടാണ്! ഇത്ര കാലവും ഞങ്ങൾ കള്ളത്തരവും ഫേക്ക് ന്യൂസുകളും കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിച്ചതാണ്. ഇപ്പോൾ എന്താ ഈ ഗതി ഞങ്ങൾക്ക് വന്നത്? ഇനി സത്യം പറഞ്ഞാലേ ഇലക്ഷൻ ജയിക്കാനാവൂ എങ്കിൽ അത് ഞങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കലും വരികയില്ല. സത്യം ഞങ്ങൾക്ക് അലർജിയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇനിയുള്ള എല്ലാ ഇലക്ഷനും പരാജയപ്പെടുമെന്നാണോ? ഞങ്ങളുടെ ആവുനാഴിയിലുള്ള എല്ലാ അസ്ത്രവും തീർന്നിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് വോട്ട് കിട്ടുന്നില്ല. ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞിട്ട് വോട്ട് കിട്ടുന്നില്ല. जोर जोर से कहते हैं कि 370 वापस लाएंगे. കൊലപാതകവും ബലാത്സംഗവും ചെയ്ത കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട് ജയിലിലടച്ച ഞങ്ങളുടെ ബാബാജിയെ പുറത്തു വിട്ടിട്ടും അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല? ഒരു കൊലപാതകയും ബലാത്സംഗിയും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തേ അത് അനുസരിച്ചില്ല? ഇനിയിപ്പോൾ ഇലക്ഷൻ സമയത്ത് ബലാത്സംഗവും കൊലപാതകവും ചെയ്ത കുറ്റവാളികളെ ഞങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കില്ലേ? ബലാത്സംഗി കൊലപാതകി ബാബയെ പുറത്തുവിട്ടതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് കൊണകൊണാജിയെ കൊണ്ട് എന്തോരം വിവരക്കേട് പറയിപ്പിച്ചതാ. അതും ഏറ്റില്ല എന്ന് വെച്ചാൽ ഇത് ഹരിയാനയല്ല, പാകിസ്ഥാനായി മാറിയിരിക്കുകയാണ്. 90% ഹിന്ദുക്കളുള്ള ഹരിയാന എങ്ങനെ പാകിസ്ഥാനായി മാറിയെന്ന് ഞങ്ങളുടെ പീനട്ട് സൈസിലുള്ള ബ്രെയിൻ കൊണ്ട് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മോദിജി പറഞ്ഞതല്ലേ, ഇന്ത്യയോട് സ്നേഹമുള്ളവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, പാകിസ്ഥാൻകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന്. കേട്ടില്ലേ മോദിജി പറഞ്ഞത്? കോൺഗ്രസ് को पाकिस्तान की सरकार ने भरपूर समर्थन दिया है. जो एजेंडा पाकिस्तान को पसंद है वो कट्टर देशभक्त मेरे हरियाणा के लोगों को
क्या कभी भी पसंद आ सकता है क्या? कभी भी पसंद आ सकता है क्या? जो कांग्रेस पाकिस्तान को खुश करती है, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ? ഇന്ത്യയോട് സ്നേഹമുള്ളവർ എന്ന് മോദിജി പറയുന്നത് കേട്ട് അബദ്ധം പറ്റി ഇന്ത്യ മുന്നണിയെ സ്നേഹിച്ച് അവർക്ക് വോട്ട് ചെയ്തതാണ്. ദളിതരുടെയും പിന്നോക്കക്കാരുടെയും റിസർവേഷൻ കോൺഗ്രസ് നിർത്തലാക്കുമെന്ന് ഇത്ര അലറിക്കറിഞ്ഞ് മോദിജി എത്ര നുണ പറഞ്ഞിട്ടും നിങ്ങൾ ഒട്ടും കുലുക്കമില്ലാതെ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തു എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല പൊന്നോ, സഹിക്കാൻ പറ്റുന്നില്ല. कांग्रेस कहती है कि वो दलितों और पिछड़ों का आरक्षण खत्म कर देंगे. അർബൻ നക്സൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുലുങ്ങിയില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്താണ് ഇനി നുണ പറയാനുള്ളത്? ഹരിയാന മൊത്തം പാകിസ്ഥാനായി. ഇനിയും നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കരുത്തില്ല. വീണ്ടും കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടി ചാണകവെള്ളത്തിൽ കുളിച്ച് ഒരു കുടം ഗോമൂത്രം കുടിക്കാൻ വേണ്ടി വിട വാങ്ങുകയാണ്. നന്ദി നമസ്കാരം എന്ന് പറയുന്നില്ല. നന്ദിയുമില്ല, നമസ്കാരവുമില്ല.